നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. വളപട്ടണത്ത് വ്യാപാരിയുടെ വീട്ടിൽ വൻ കവർച്ച. വളപട്ടണം മന്ന സ്വദേശി അഷ്റഫിന്റെ വീട്ടിൽ നിന്നാണ് 1 കോടി രൂപയും 300 പവനും മോഷണം പോയത്. അഷ്റഫും കുടുംബവും യാത്ര പോയിരുന്ന സമയത്താണ് വീട്ടിൽ കവർച്ച നടന്നിരിക്കുന്നത്. അഷ്റഫ് ട്രേഡേഴ്സ് ഉടമ അഷ്റഫിൻ്റെ വീടാണ് എൻ്റെ തൊട്ട് പിറകിലായി കാണുന്നത്. ഇവിടെയാണ് റോബറി കളവ് നടന്നെന്ന് പറയുന്നത്. അതായത് ഏകദേശം 300 പവനും 1 കോടി രൂപയാണ് കളവ് പോയതായിട്ടുള്ള പരാതിയിലുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ചയ്ക്കും ചൊവ്വാഴ്ചയ്ക്കും ഇടയിലായിരിക്കാം ഏകദേശം ഈ കളവ് നടന്നിട്ടുള്ളതെന്ന് സംശയിക്കപ്പെടുന്നു. ഇപ്പോൾ നിലവിൽ ഇവിടെ പോലീസ്, ഫോറൻസിക് വിദഗ്ധർ എല്ലാവരും ചേർന്ന് വളരെ സമഗ്രമായ ഒരു അന്വേഷണത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നിരിക്കുന്നത്. 3 അംഗ സംഘം എത്തി കവർച്ച നടത്തിയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പോലീസ് സംഭവ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ സംഭവ സ്ഥലത്ത് പരിശോധനയ്ക്കെത്തി. അതേസമയം വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് സ്വർണവും പണവും കവർന്ന സംഭവത്തിൽ പ്രതികരണവുമായി അയൽവാസി. അഷ്റഫ് ട്രേഡേഴ്സ് ഉടമ അഷ്റഫിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ മോഷണം നടന്നിട്ടുള്ളത്. ആ സമയത്ത് അദ്ദേഹം ഇവിടെ ഉണ്ടായിട്ടില്ലെന്നാണ് അറിയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് അതിനെപ്പറ്റി അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാം? അദ്ദേഹം ഒരു കല്യാണത്തിന് വേണ്ടി പോയതാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച അവിടെ ഒരു പാർട്ടിയുടെ കല്യാണം, പൊള്ളാച്ചി എന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന് വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ഫാമിലി അടക്കം പോയതാണ്. അപ്പോൾ തിരിച്ചു വന്നത് ഇന്നലെ രാത്രിയാണ്. ഇന്നലെ രാത്രി ഇവിടെ ഒരു 9 മണിക്കാണ് വന്നത്. ആ സമയത്ത് അവർ വീട് തുറന്നതിന് ശേഷമാണ്, വീട്ടിൽ പ്രവേശനത്തിന് ശേഷമാണ് സംഭവം ഇങ്ങനെ മോഷണം നടന്നതായിട്ട് അറിയുന്നത്. പിന്നീട് അവർ പോലീസിനെ അറിയിച്ചു. പോലീസൊക്കെ വന്ന് ഇന്നലെ രാത്രി 11:30 വരെ പോലീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ വന്ന് ഇവിടെ കാലത്ത് ഇന്ന് കാലത്താണ് വന്നത്. അപ്പോൾ സംഭവം നടന്നിരിക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ്. ബുധനാഴ്ച CCTVയിൽ കാണുന്ന ബുധനാഴ്ച ഏർലി മോർണിംഗ് 3:30 കട്ടാകുന്നത്. അപ്പോൾ ആൾ ചൊവ്വാഴ്ച രാത്രി തന്നെ കടന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഗേറ്റ് ആ കോർണറിലെ ഗടങ്ങ് ചാടിയിട്ട് കിടക്കുന്ന 2 ആൾ കിടക്കുന്നത് കണ്ടതായിട്ട് CCTVയിൽ വിഷ്വലുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവർ പിന്നെ ക്യാമറ തിരിച്ചു വെച്ചിട്ട് അപ്പോൾ ഉള്ളിലേക്ക് മറ്റേ ബാക്കിലുള്ള ഇതുണ്ടല്ലോ ഗ്രിൽസ്, പിന്നെ അവർ ഇതിട്ടിട്ട് ഉളി കൊണ്ടാൽ ഒന്നും കേടുപാടൊന്നും സംഭവിച്ചില്ല. എടുത്തിട്ടപ്പുറം എടുത്തു വെച്ചിരിക്കുകയാണ്. പിന്നെ ഉള്ളിൽ കയറിയിട്ട് ജനലുണ്ടല്ലോ, ജനലിൻ്റെ ഒരു ജനൽ കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് റൂമിലേക്ക് കിടക്കുന്നത്. കട്ടറായിരിക്കണം. അത് സൗണ്ടൊന്നും ആധുനിക എന്തെങ്കിലും ഉപകരണം എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും എടുത്തത്. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇതൊരു വലിയ റോബറിയാണ് നടന്നത്. അപ്പോൾ അത് ഏകദേശം എത്ര പവനും പൈസ ഒക്കെ പോയിരുന്നത്? ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് 1 കോടി രൂപയും പിന്നെ 300 പവനുമാണ് നഷ്ടപ്പെട്ടിരുന്നതിൻ്റെ ഇപ്പോൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ ഇവർ ഇതൊക്കെ ലോക്കറിൽ വെച്ച് കൂട്ടിയിട്ട് കാച്ചി ചാവി അവിടെ തന്നെ വെച്ചിരുന്നതോ. അപ്പോൾ ഇവർക്കൊന്ന് എളുപ്പമായിരുന്നല്ലോ. അറിയുന്ന ആരുമാണ് ചെയ്തിരിക്കുന്നതാണ് സാധ്യത. കാരണം ഇത്ര കൃത്യമായിട്ട് അവർ ചൊവ്വാഴ്ച പോയത് അന്ന് തന്നെ കൃത്യമായിട്ട് അറിഞ്ഞു. അന്ന് രാത്രി തന്നെ ഇത് റോബറി നടന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. സംഭവം പിന്നെ അറിയുന്ന ആയിരിക്കും, ഇവിടെ കൃത്യമായിട്ട് വീക്ഷിക്കുന്ന ആരെങ്കിലും ആയിരിക്കും ചെയ്തിട്ടുണ്ടാകുന്നതാണ്. ലോക്കർ ഇരിക്കുന്ന സ്ഥലവും താക്കോൽ എവിടെയെന്നും കൃത്യമായി മനസ്സിലാക്കിയാണ് മോഷണം നടത്തിയിരിക്കുന്നതെന്ന് വീട്ടുടമ അഷ്റഫിൻ്റെ ഭാര്യ സഹോദരൻ ജാബിർ പറഞ്ഞു. ലോക്കറും താക്കോലും വേറെ മുറിയിലായിരുന്നുവെന്നും ജാബിർ പ്രതികരിച്ചു. സ്വർണവും പണവും സൂക്ഷിച്ചിരുന്ന അലമാര പൂട്ടി അതിൻ്റെ താക്കോൽ മറ്റൊരു ബെഡ്റൂമിലെ അലമാരയിലാണ് സൂക്ഷിച്ചിരുന്നത്. ഈ അലമാരയുടെ താക്കോൽ മറ്റൊരു മുറിയിലായിരുന്നു. എന്നാൽ ഈ മുറിക്കുള്ളിൽ നിന്ന് മറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇതിൽ നിന്ന് ലോക്കർ മാത്രം ലക്ഷ്യമിട്ടാണ് മോഷ്ടാക്കൾ വന്നതെന്ന് കരുതുന്നതെന്നും എന്നാൽ മോഷണം നടത്തിയത് അറിയുന്ന ആളുകളാണോ എന്ന് പറയാൻ കഴിയില്ലെന്നും ജാബിർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.